3 മാസം വരെ കുഞ്ഞിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ് എങ്ങനെ നടക്കുന്നു? എന്താണ് നോർമൽ മൈൽസ്റ്റോൺ? എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം? ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഡിയർ പാരൻസ്, ഐ ആം ഐശ്വര്യ, എ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്. ആദ്യ 3 മാസം വളരെ ക്രൂഷ്യലാണ്. ഇത് ലാംഗ്വേജ് തുടങ്ങുന്ന സ്റ്റേജ് അല്ല, പക്ഷേ ലാംഗ്വേജിൻ്റെ ഫൗണ്ടേഷൻ ഇവിടെ തന്നെ ബിൽഡ് ആവുന്നു. ഐ കോണ്ടാക്ട്, സൗണ്ട് അവയർനെസ്, കൂയിങ്, സോഷ്യൽ സ്മൈൽ ഇവയെല്ലാം ഫ്യൂച്ചർ സ്പീച്ച് ഡെവലപ്മെൻറ്റിൻ്റെ ബേസ് ആണ്. സാധാരണയായി ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ലൗഡ് സൗണ്ട്സ് കേട്ടാൽ ഞെട്ടും. അതേപോലെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ ശബ്ദം കേട്ടാൽ കാമാകും. ഫേസ് നോക്കി കുറച്ച് സെക്കൻഡ്സ് ഫോക്കസ് ചെയ്യാൻ പറ്റും. ക്രൈ ആണ് ഇവരുടെ മെയിൻ കമ്മ്യൂണിക്കേഷൻ. ടമ്മി ടൈമിൽ ചെറിയ ഹെഡ് ലിഫ്റ്റ് കാണാം. ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ലൗഡ് സൗണ്ട് കേട്ടിട്ടും റെസ്പോൺസ് ഇല്ല, ഫീഡിങ് വളരെ വീക്കാണ്, ബോഡി വളരെ ഫ്ലോപ്പി അല്ലെങ്കിൽ വളരെ സ്റ്റിഫായി കാണപ്പെടുന്നു, ഐ കോണ്ടാക്റ്റ് ഒന്നുമില്ല, അമിതമായ ക്ഷീണം കാണപ്പെടുന്നു. ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് ഡെവലപ്മെൻറ്റ് കൂടുതൽ വിസിബിൾ ആവും. സോഷ്യൽ സ്മൈൽ സ്റ്റാർട്ട് ചെയ്യും. പാരൻസിൻ്റെ ഫേസ് കൂടുതൽ സമയം നോക്കും. ഊ അല്ലെങ്കിൽ ആ പോലുള്ള കൂയിങ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. മൂവിങ് ഒബ്ജക്ട്സിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ടെമ്മി ടൈമിൽ ബെറ്റർ ഹെഡ് കൺട്രോൾ ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ സ്മൈൽ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞ് നമ്മളെ നോക്കി ചിരിക്കുന്നില്ല, കുഞ്ഞ് ഊ അല്ലെങ്കിൽ ആ പോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നില്ല, ഐ ട്രാക്കിംഗ് ഇല്ല, അതേപോലെ ഹെഡ് കൺട്രോളിൽ പുരോഗതിയില്ല. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധയിൽ വെക്കണം. ഇത് വളരെ ബ്യൂട്ടിഫുൾ സ്റ്റേജാണ്. കുഞ്ഞ് നന്നായിട്ട് കളിക്കാനും ചിരിക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഫെമിലിയർ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ടോയ്സ് നോക്കി റീച്ച് ചെയ്യാൻ ശ്രമിക്കും. കുഞ്ഞ് കുറച്ചും കൂടി നന്നായിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ നെക്ക് കൺട്രോൾ കുറച്ചും കൂടി ബെറ്റർ ആവും. 3 മാസമായിട്ടും കുഞ്ഞ് മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങുന്നില്ല, സൗണ്ട് കേട്ടാൽ അലേർട്ട് ആവുന്നില്ല, അതേപോലെ മുഖത്തേക്ക് നോക്കുന്നില്ല, ഹെഡ് കൺട്രോൾ ഒട്ടും തന്നെ ഇല്ല, ഇൻട്രാക്ഷൻസ് വളരെ കുറവാണ്. ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പാരൻസ് ഒന്ന് അവെയർ ആവേണ്ടതാണ്. ഓരോ കുഞ്ഞും സ്വന്തം പേസിൽ ഡെവലപ്പ് ചെയ്യും. ഒരു മൈൽ സ്റ്റോൺ കുറച്ച് ലേറ്റ് ആവുന്നത് മാത്രം ഒരു പ്രോബ്ലം അല്ല. പക്ഷേ മൾട്ടിപ്പിൾ റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിൽ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യാതെ കൺസൾട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഓരോ കുഞ്ഞും സ്വന്തം പേസിൽ ഡെവലപ്പ് ചെയ്യും. ഒരു മൈൽ സ്റ്റോൺ മാത്രം കുറച്ച് ലേറ്റ് ആവുന്നതൊരു പ്രോബ്ലം അല്ല. പക്ഷേ മൾട്ടിപ്പിൾ റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിൽ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യാതെ കൺസൾട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. പാരൻസായി നമ്മൾ പെർഫെക്റ്റ് ആവേണ്ടതില്ല, പക്ഷേ അവെയർ ആവാം. ഓരോ കുഞ്ഞും സ്വന്തം പേസിൽ ഡെവലപ്പ് ചെയ്യും. ഒരു മൈൽ സ്റ്റോൺ മാത്രം കുറച്ച് ലേറ്റ് ആവുന്നതൊരു പ്രോബ്ലം അല്ല. പക്ഷേ മൾട്ടിപ്പിൾ റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിൽ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യാതെ കൺസൾട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻസ് സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ അവരെ സഹായിക്കും. പാരൻസായി നമ്മൾ പെർഫെക്റ്റ് ആവേണ്ടതില്ല, പക്ഷേ അവെയർ ആവാം.